അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും എൻ്റെ ചേട്ടൻ വീണ്ടും എന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചു. പക്ഷെ വീണ്ടും എന്തോ ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടു. ഇതിപ്പോൾ എത്ര കാലം രക്ഷപ്പെടാൻ പറ്റുമോ അതൊന്നും എനിക്കറിയില്ല. ഇതിന് ഒരു അവസാനം ഉണ്ടാണാവോ, അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. എനിക്കിപ്പോൾ മര്യാദയ്ക്ക് നടക്കാനൊന്നും പറ്റണില്ല, ആകെ ശരീരവേദനയാ. ഒരു മിനിറ്റ്, ഇതെന്തത് പോലീസൊക്കെ വന്നേക്കണ്? ഡോ ഫ്രാങ്ക്ലിനെ, നീ കാരണമാണ് ഇന്ന് ലോസ് ആൻഡോസിലെ മെയിൻ ഹോസ്പിറ്റലിൽ അറ്റാക്ക് ഉണ്ടായേ. ഞാനൊന്നല്ല ഹോസ്പിറ്റലിൽ അറ്റാക്ക് ചെയ്തേ, അതെൻ്റെ ചേട്ടനാ. ചേട്ടനാണ് ആ പണി ഒപ്പിച്ചേ, എന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചത്. അതെനിക്കറിയാം, നിന്റെ ചേട്ടനാണ് ആ പണി ഒപ്പിച്ചെന്ന്. പിന്നെന്തിനാ എൻ്റെ അടുത്തേക്ക് വന്നേക്കണ്? പോയിട്ട് എൻ്റെ ചേട്ടനെ അറസ്റ്റ് ചെയ്യ്. നിന്റെ ചേട്ടനെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കുറെ ശ്രമിച്ചു, ഇതൊരിക്കും പറ്റിയില്ല. അയ് ശരി, എൻ്റെ ചേട്ടനെ കണ്ടുപിടിക്കാൻ പറ്റില്ല, എന്നിട്ടിപ്പോൾ എൻ്റെ മെക്കെട്ട് കയറാൻ നിൽക്കുക. പക്ഷെ നീയും പിന്നെ നിന്റെ ചേട്ടനും തമ്മിലുള്ള വൈരാഗ്യം കാരണം ഇന്നിവിടെ ലോസ് ആൻഡോസിലെ മെയിൻ ഹോസ്പിറ്റലിൽ അറ്റാക്ക് ഉണ്ടായി. അത് ശരിയാണ്, നമ്മൾ തമ്മിൽ വൈരാഗ്യമുണ്ട്. പക്ഷേ ഹോസ്പിറ്റലിൽ അറ്റാക്ക് ചെയ്തത് എൻ്റെ ചേട്ടനാ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചേട്ടനെ പോയിട്ട് അറസ്റ്റ് ചെയ്യ്. എന്തിനാ എൻ്റെ അടുത്തേക്ക് വന്നേക്കണ്? ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നതാ. നിന്നെ ഞാൻ കുറച്ചു കാലം ലോക്കപ്പിലിടും. നിന്റെ ചേട്ടനെ എപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റണോ അന്ന് ഞാൻ നിന്നെ റിലീസ് ചെയ്യും. പക്ഷേ എൻ്റെ ചേട്ടനെ കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമില്ല. ഓക്കെ, എന്നാൽ പിന്നെ നിനക്ക് ഞാൻ ഒരു ലാസ്റ്റ് വാണിംഗ് തരാം. ഇനി ഇവിടെ ലോസ് ആൻഡോസിൽ എന്തെങ്കിലും ഇതേപോലത്തെ സംഭവം ഉണ്ടായ പിന്നെ ഫ്രാങ്ക്ലിനെ, നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഒരു 10 കൊല്ലമൊക്കെ ജയിലിൽ കിടക്കേണ്ടി വരും. ഇല്ല സാറേ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാണ്ട് ഞാൻ നോക്കിക്കോളാം. അങ്ങനെയാണെങ്കിൽ നിനക്ക് നല്ലത്. എന്നാലും ഈ പോലീസുകാർ എന്തിനാണാവോ എന്നെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞേ? എടാ ലെസ്റ്ററെ, നീ എന്താ ഇവിടെ? എടാ ഫ്രാങ്ക്ലിനെ, അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് നിന്റെ ചേട്ടൻ്റെ ലൊക്കേഷൻ കിട്ടി. ലൊക്കേഷൻ കിട്ടിയാ? ഒരു മിനിറ്റ്, ഇപ്പോൾ പറയണ്ട, ഇവിടെ പോലീസുകാർ നിൽക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് നീങ്ങി നിന്ന് സംസാരിക്കാം. ഒരു മിനിറ്റ്, ഞാൻ പോയിട്ട് ഒരു വണ്ടി ഇങ്ങ് സെറ്റാക്കട്ടെ. അവിടെ പിന്നെ പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട്. അവരിപ്പോൾ എൻ്റെ ചേട്ടൻ്റെ ലൊക്കേഷൻ അറിയേണ്ട ആവശ്യമില്ല. കാര്യം അവർ പോയിട്ട് എൻ്റെ ചേട്ടനെ അറസ്റ്റ് ചെയ്യും, അവർക്ക് ലൊക്കേഷൻ കിട്ടി കഴിഞ്ഞാൽ. അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ എന്താ കാര്യം? അവർ നേരെ ജയിലിലേക്ക് കൊണ്ടുപോകും. എൻ്റെ ചേട്ടൻ പിന്നെ സുഖമായിട്ട് ജയിലിൽ നിന്ന് ചാടും. അതിപ്പോൾ ഏതായാലും വേണ്ട. ചേട്ടനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജീവനോടെ കൊല്ലണം, അതാണ് എൻ്റെ ലക്ഷ്യം. ചേട്ടനെ കൊല്ലാണ്ട് ശരിയാവില്ല, അല്ലെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ നിന്ന് ഒരു വണ്ടി കിട്ടിയേക്കാണ്. ഇതൊരു ജാഗ്വറാ, നൈസ് വണ്ടിയാ. എൻ്റെ കയ്യിൽ പിന്നെ മൈക്കിളുടെ മൊബൈൽ ഇരിക്കുന്നുണ്ട്, അതിൽ എൻ്റെ ചേട്ടൻ്റെ ഫോൺ നമ്പർ ഉണ്ട്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, മൈക്കിൾ എന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നെയും ഷിൻചാനും പിൻചാനും ട്രെവറിനെയും കൊന്നു കഴിഞ്ഞാൽ എൻ്റെ ചേട്ടൻ മൈക്കിളിന് 400 കോടി കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എന്താണാവോ, മൈക്കിളിന് എന്നെ കൊല്ലാൻ പറ്റിയില്ല. മൈക്കിളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായേക്കുക. അതുകൊണ്ട് മൈക്കിളുടെ ഫോൺ ഇപ്പോൾ ഏതായാലും എൻ്റെ കയ്യിലാണ്. അതിൽ പിന്നെ എൻ്റെ ചേട്ടൻ്റെ നമ്പർ ഇരിക്കുന്നുണ്ട്, അത് ഞാൻ നേരെ ലെസ്റ്ററിന് ഫോർവേഡ് ചെയ്തു. ലെസ്റ്റർ എന്നിട്ട് ആ നമ്പറും വെച്ചിട്ട് എൻ്റെ ചേട്ടൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്തു. അല്ല ലെസ്റ്ററെ, ലൊക്കേഷൻ എവിടെ കാണിക്കണേ? ലൊക്കേഷൻ പറഞ്ഞുതരാം. അതിനു മുൻപേ നീ ഒരു കാര്യം ചെയ്യ്. നീ നിന്റെ ചേട്ടനായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ നോക്ക്. കോംപ്രമൈസ് ചെയ്യാനാ? എടാ ലെസ്റ്ററെ, നിനക്ക് പ്രാന്തായ? നീ നിന്നെ കോംപ്രമൈസ് ചെയ്യാൻ പറയണേ? നിനക്കറിയില്ല എൻ്റെ ചേട്ടൻ ആരാന്ന്? പക്ഷേ കോംപ്രമൈസ് ചെയ്യണതാവും കുറച്ചുകൂടി നല്ലത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡബിൾ ഗെയിം കളിച്ചിട്ട് നിന്റെ ചേട്ടനെ കൊല്ലാം. ഡബിൾ ഗെയിം കളിക്കുക? അത് ശരിയാവില്ല. അതിനു മുൻപ് ചേട്ടൻ എൻ്റെ അടുത്ത് ഡബിൾ ഗെയിം കളിക്കും. അത് ശരി, നമുക്കിപ്പോൾ വേറെ ഏതെങ്കിലും വഴി നോക്കണം. എടാ ലെസ്റ്ററെ, ആ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞെന്നേ, എൻ്റെ ചേട്ടൻ ഇപ്പോൾ എവിടെ നിൽക്കണേ? ലൊക്കേഷൻ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ലൊക്കേഷൻ വരുന്നത് നിന്റെ പഴയ വീടിൻ്റെ അവിടെയാണ്. പഴയ വീടിൻ്റെ അവിടെയാ? പഴയ വീട് ഞാൻ സെയിൽ ചെയ്തുല്ലോ. പുതിയ വീടാണെങ്കിൽ ചേട്ടൻ കത്തിച്ചളിയും ചെയ്തു. പക്ഷെ ലൊക്കേഷൻ അവിടെയാണ് കാണിക്കണേ, നിന്റെ പഴയ വീടിൻ്റെ അവിടെ. മിക്കവാറും അവിടെ തന്നെ ഉണ്ടാവും. എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ എൻ്റെ പഴയ വീട്ടിലേക്ക് പോവാം. എടാ ഫ്രാങ്ക്ലിനെ, ഞാനിപ്പോൾ നിന്റെ കൂടെ വരുന്നില്ല. നിന്റെ ചേട്ടൻ ആള് പെശക, ചിലപ്പോൾ എന്നെ കൊന്നു കളയും. നീ ഒരു കാര്യം ചെയ്യ്, എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യ്. ആടെ ലെസ്റ്ററെ, നിന്നെ ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. നീ വരാണ്ടിരിക്കണതും നല്ലത്. ഇനിയിപ്പോൾ അത് വല്ല ട്രാപ്പാണെങ്കിലോ, അതും പറയാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ ഞാൻ ലെസ്റ്ററിൻ്റെ വീടിൻ്റെ അവിടെ എത്തിയേക്കാണ്. എടാ ഫ്രാങ്ക്ലിനെ, നിന്റെ കയ്യിൽ വെപ്പൺസ് ഒക്കെ ഇല്ലേ? ആടാ, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ വെപ്പൺസ് ഉണ്ട്. വെപ്പൺസിന് ഒരു കുറവുമില്ല. ഓക്കെ, ലെസ്റ്ററിനെ ഞാൻ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ എൻ്റെ പഴയ വീട്ടിലേക്ക് പോവാം. എൻ്റെ ചേട്ടൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും എൻ്റെ ചേട്ടൻ എന്തിനാണാവോ എൻ്റെ പഴയ വീട്ടിലേക്ക് വന്നത്? ആ വീടാണെങ്കിൽ ഞാൻ സെയിലും ചെയ്തു. ഇപ്പോൾ അവിടെ ഏതോ വലിയ ഫാമിലിയാണ് വന്ന് താമസിക്കണേ. ഇനിയിപ്പോൾ എൻ്റെ ചേട്ടൻ അവരെ വല്ലതും ചെയ്തോന്ന് എനിക്കറിയില്ല. എന്തുട്ടായാലും നമുക്ക് അവിടെ ചെന്ന് നോക്കി നോക്കാം. ഓക്കെ, അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ പഴയ വീട്ടിലേക്ക് എത്തിയേക്കാം. എൻ്റെ പഴയ വണ്ടികളും ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും ആവട്ടെ, ഈ വണ്ടി നമുക്ക് തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം. എൻ്റെ ചേട്ടൻ മിക്കവാറും ഇതിൻ്റെ അകത്തുണ്ടാവും. എവിടെയാണ് അവ ഒളിച്ചിരിക്കേണ്ടാവുക?
ഹലോ ചേട്ടാ, ഞാൻ ദേ വന്നു. ചേട്ടൻ്റെ വൃത്തിയേട്ട അനിയൻ വന്നു. എന്തുട്ടാ ചേട്ടാ ചെറിയ പിള്ളേരുടെ എന്ത് ഒളിച്ചിരിക്കണേ? പുറത്തേക്ക് വാ. ഞാൻ ചേട്ടനെ കൊല്ലാനൊന്നും പോണില്ല. എൻ്റെ കയ്യിൽ വെപ്പൺസ് ഒന്നും ഇല്ല. ഇങ്ങോട്ട് പോരെ. ഏയ് എന്നാലും ഇത് എവിടെ പോയിട്ടാണോ ഒളിച്ചിരിക്കണേ? എന്തുട്ടായാലും ഈ പരിസരത്തുണ്ട്, അത് ഉറപ്പാ. ഇവിടെ ഇപ്പോൾ അകത്ത് ഇല്ലെങ്കിലും പുറത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. ചേട്ടൻ മിക്കവാറും RPG ഒക്കെ കൈപ്പിടിച്ച് നിൽക്കണ്ടാവും. ഹോസ്പിറ്റലിൽ അങ്ങനെയാണ് അറ്റാക്ക് ഉണ്ടായേ. ഓക്കെ, ഇവിടെ ഒന്നും കാണാനില്ല ഏട്ടാ. ഫസ്റ്റ് ഫ്ലോറിൽ കാണാനില്ല. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ നോക്കി നോക്കാം. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലും കാണാനില്ല. ഇവിടെ ബെഡ്റൂമിലൊക്കെ നോക്കി നോക്കി. കട്ടിലിൻ്റെ അടിയിലുണ്ടാ? കട്ടിലിൻ്റെ അടിയിലില്ല. ഇനി ഡ്രസ്സിങ് റൂമിലുണ്ടാവോ? ഇവിടെയും കാണാനില്ല. എന്നാലും എൻ്റെ ചേട്ടൻ എവിടെയാ? ഇനിയിപ്പോൾ ലെസ്റ്റർ തെറ്റായ ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടാവോ? അങ്ങനെ പറയാൻ വഴിയില്ല. കാരണം ഈ വീട്ടിലിപ്പോൾ എനിക്ക് ആരെയും കാണാനില്ല. ഈ വീട്ടിൽ ഒരു ഫാമിലി താമസിക്കുന്നുണ്ട്. അത് വലിയൊരു ഫാമിലിയാ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഗണ്ണൊക്കെ കൈപ്പിടിച്ച് നിൽക്കാം. എവിടെന്നാ അറ്റാക്ക് വരാമെന്ന് പറയാൻ പറ്റില്ല. ഈ ഭാഗത്തൊന്നും കാണാനില്ല. ഇനി ചോപ്പിൻ്റെ പട്ടിക്കൂട്ടിൽ ഒളിച്ചിരിക്കണ്ട. ഇതിൻ്റെ അകത്തും കാണാനില്ല. പിന്നെ ഇത് എവിടെയാണാവോ? എനിക്ക് തോന്നണതേ എൻ്റെ ചേട്ടൻ സ്ഥലം വിട്ടുണ്ടാവുമെന്ന്. അല്ലാണ്ട് ഇവിടെ ഒന്നും കാണാനില്ല. ഒരു മിനിറ്റ്, ഇതെന്തത്? വീട്ടിൽ പോലീസൊക്കെ വന്നല്ലോ. എന്താണാവോ കാര്യം? നമുക്കൊന്ന് ചെന്ന് സംസാരിച്ച് നോക്കാം. ഹലോ സാറേ, എന്താ അവിടെ? എന്താ അവിടെ എന്നാ ഞാൻ പറഞ്ഞുതരാം. ആ കാണുന്ന ജാഗോറില്ലേ, അതാരുടെയാ? ആ ജാഗോർ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെയാ. എന്തേ? ആ ജാഗോർ നിന്റെ കൂട്ടുകാരൻ്റെ ഒന്നുമല്ല. നീ അത് എവിടെന്നോ അടിച്ചു മാറ്റിയതാ. അല്ലല്ല, ആ ജാഗോർ എൻ്റെ തന്നെയാ. നീ എന്നിട്ട് വിചാരിച്ചേ പോലീസുകാരൊക്കെ മണ്ടന്മാരാന്നാ? നമ്മുടെ കയ്യിൽ CCTV ഫുട്ടേജ് ഉണ്ട്. നീ ആ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ നിന്നാണ് ഈ കാർ അടിച്ചു മാറ്റിയേ. അത് ശരി. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ആ വണ്ടി എടുത്തോണ്ട് പൊക്കോ. എനിക്കിനി ആ വണ്ടിയുടെ ആവശ്യമില്ല. ഓ അങ്ങനെയാണോ? എന്നാ പിന്നെ നിന്റെ ഗ്യാരേജിൽ എന്തുട്ടാടാ? ഗാരേജിലാ? ഗാരേജിൽ എന്തുട്ടാ? ഒരു മിനിറ്റ്, ഇതെന്തത്? ഇതൊക്കെ ഡെഡ് ബോഡീസ് ആണല്ലോ. ഇവരെന്താ അവിടെ? ഇതാ മറ്റേ ഫാമിലി അല്ലേ? ഇവർക്കാണ് ഞാൻ ഈ വീട് സെയിൽ ചെയ്തത്. ഇവരൊക്കെ ഇവിടെ ചത്തു കിടക്കണു. ഓ ഇത്രയൊക്കെ ഒപ്പിച്ചിട്ടും നീ ഒന്നും അറിയാത്ത പോലെ നിൽക്കാല്ലേ? അയ്യോ സാറേ, ഞാൻ സത്യമായിട്ടും ഇവരെ കൊന്നിട്ടില്ല. നീ ഇനി ഒന്നും പറയണ്ട. നീ ഇനി ഒരു 5 വർഷം ജയിലെടുക്ക്. A few moments later. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ ദേ ജയിലിൽ വന്ന് പെട്ടേക്കാ. ഇതിപ്പോൾ എത്രാമത്തെ വട്ടാണാവോ? എന്നാലും ആരാണാവോ ആ പണി ഒപ്പിച്ചത്? മിക്കവാറും എൻ്റെ ചേട്ടൻ തന്നെയാവും. അല്ലാണ്ട് വേറെ ആര് ചെയ്യാനാ? എന്നാലും ആ ഫാമിലിനെ മൊത്തത്തിൽ അങ്ങ് തീർത്തളഞ്ഞു. ആ ഫാമിലിയിൽ 8-9 ആൾക്കാരുണ്ട്. എല്ലാവരും ഇപ്പോൾ മരിച്ചേക്കാ. ഒരാൾ പോലും ഇപ്പോൾ ജീവനോടെ ഇല്ല. എനിക്കിപ്പോൾ 5 വർഷത്തെ ശിക്ഷയാണുള്ളത്. ഇനി 5 കൊല്ലം ഇതിൻ്റെ അകത്ത് ഇരിക്കണ്ടേ? എങ്ങനെ ഇരിക്കണ? അതൊരിക്കും എൻ്റെ ചേട്ടൻ ഷിൻചാനും പിൻചാനും ട്രെവറിനെയും എല്ലാവരും കൊന്നുകളയും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ജയിലിൽ നിന്ന് പുറത്തേക്ക് ചാടണം. എന്നാലേ നമുക്ക് ബാക്കി കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ജയിലിൽ നിന്ന് ഇപ്പോൾ എങ്ങനെ പുറത്തേക്ക് ചാടാ? എന്നിപ്പോൾ ആരാ വന്ന് രക്ഷിക്കുക? നന്നായി ലെസ്റ്റർ വീട്ടിലേക്ക് വരാണ്ടിരുന്നത്. അല്ലെങ്കിൽ ലെസ്റ്ററും കൂടിയും പെട്ടാനെ. ഇനി ലെസ്റ്ററിന് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ട്രെവറാണെങ്കിൽ ഷിൻചാനും പിൻചാനും നോക്കുക. ഷിൻചാനും പിൻചാനും ഏതായാലും സേഫാന്ന് വിചാരിക്കണു. ട്രെവർ അവരെ കൊണ്ട് എങ്ങോട്ടോ പോയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഏതായാലും ഇരുട്ടായിക്കാണ്. ജയിലിലിപ്പോൾ പുറത്ത് ആരെയും കാണാനില്ല. ഇവിടെ അധികം നേരം പുറത്ത് കറങ്ങി നടക്കുന്നത് ഒട്ടും സേഫ് അല്ല. ഒരു കാര്യം ചെയ്യാം, അകത്ത് പോയിട്ട് കിടന്നുറങ്ങാം. നാളെ കാലത്ത് എന്തെങ്കിലും വഴി നോക്കാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ നേരം വെളുത്തേക്കാണ്. ഇതിൻ്റെ അകത്ത് കിടക്കാനായിട്ട് ഒരു സുഖവുമില്ല. എങ്ങനെയൊക്കെയോ ഉറങ്ങി. എന്നെ ഇതൊരിക്കും ആരും രക്ഷിക്കാൻ വന്നിട്ടില്ല. ലെസ്റ്റർ ഈ കാര്യം അറിഞ്ഞില്ലെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഇരിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെ വിളിക്കുക? ഇവിടെ നിറച്ച് സെക്യൂരിറ്റി ഗാർഡ്സാ. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പണിപ്പാളും. ഡോ നിന്റെ പേര് ഫ്രാങ്ക്ലിൻ എന്നാണോ? അതെ. നിന്നെ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ആ സാറേ, ഞാൻ ചെന്ന് നോക്കി നോക്കട്ടെ. ഇവന്മാർക്ക് എന്താ പ്രശ്നം? സാറേ, അയാൾ എന്നെ അടിക്കാൻ വരുന്നു. ഇനി ബാക്കി കാര്യം സാറ് നോക്കിക്കോളും. എന്നാലും എന്നെ കാണാൻ ആരാണോ വന്നേ? മിക്കവാറും എൻ്റെ ചേട്ടനാവും. അങ്ങനെ വരാനേ വഴിയുള്ളൂ. ഒരു മിനിറ്റ്, ഇത് നമ്മുടെ ലെസ്റ്റർ ആണല്ലോ. എടാ ലെസ്റ്ററെ, നൈസായിട്ട് പണിപ്പാളി. അതൊരു ട്രാപ്പായിരുന്നു. ആ എനിക്കത് അപ്പോഴേ തോന്നി അതൊരു ട്രാപ്പ് ആവാനാ ചാൻസ് ഉള്ളൂന്ന്. ഇനിയിപ്പോൾ നിന്നെ എങ്ങനെ രക്ഷിക്കുക? ഞാൻ നിന്നെ രക്ഷിക്കാനായിട്ടാ വന്നേ. എടാ ലെസ്റ്ററെ, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കേ. അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ ഷിൻചാനും പിൻചാനും ട്രെവറിനെയും എല്ലാവരും കൊന്നുകളയും. ആടെ ഫ്രാങ്ക്ലിനെ, എനിക്കതറിയാം. നിന്നെ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷിക്കാം. അതെ, ഞാനൊരു കാര്യം ചെയ്യാം.
ഒരു ഹെലികോപ്റ്റർ കൊണ്ടുവരാം, എന്നിട്ട് ഇവിടെ ലാൻഡ് ചെയ്യാം. നീ എന്നിട്ട് ഓടി വന്ന് അതിലേക്ക് കയറ്. ആ സംഭവം ഇച്ചിരി റിസ്ക് ആണ്, പക്ഷെ നമുക്ക് വേറെ വഴിയില്ല. എടാ ലെസ്റ്റർ, നീ ഒരു കാര്യം ചെയ്യ്, ഒരു ഹെലികോപ്റ്റർ അങ്ങ് കൊണ്ടുപോവാ. പിന്നെ ആ ഹെലികോപ്റ്റർ ബുള്ളറ്റ് പ്രൂഫും പിന്നെ ബോംബ് പ്രൂഫും ആവണം, എന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ആ അതൊക്കെ ഓക്കെ. ഇപ്പോൾ സമയം എത്രയായി? 9 മണിയായി. കറക്റ്റ് 10 മണിയാകുമ്പോൾ ഞാൻ ഹെലികോപ്റ്ററും കൊണ്ട് ഇവിടേക്ക് വരും. അന്നേരം വേഗം വന്ന് അതിലേക്ക് കയറിക്കോളൂ. പക്ഷേ 10 മണിയാകുമ്പോൾ എങ്ങനെയാ ഇവിടേക്ക് വരിക? വിസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുള്ളൂ. നീ ഇപ്പോൾ ഏതായാലും പോയിട്ട് ഒരു ഹെലികോപ്റ്റർ സെറ്റ് ചെയ്യ്, ഞാൻ എന്തെങ്കിലും ഒരു വഴി നോക്കാം. ഒരു മിനിറ്റ്, ഇവിടെ ഒരു ഡോറുണ്ട്, ഇത് ഓപ്പൺ ആക്കാൻ പറ്റുമോ? ആ ഇത് ഓപ്പൺ ആവുന്നുണ്ട്. ഈ ഡോറോ? ആ ഇതും ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ ഈ വഴി നമുക്ക് അങ്ങോട്ടേക്ക് കയറാം. എടാ ലെസ്റ്ററെ, വേഗം ചെല്ല്, സമയമില്ല. അപ്പോൾ ഈ വഴി കൂടെ നമുക്ക് നേരെ എൻട്രൻസിലേക്ക് പോവാം. ആ 2 ഡോർ ഇപ്പോൾ ഏതായാലും ലോക്കല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, 10 മണി ആവണ വരെ നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. പിന്നെ മുമ്പിൽ ഒരു വാച്ച് ടവർ കാണാൻ പറ്റും. ഒരിക്കൽ അതിൻ്റെ മേലിൽ നിന്ന് താഴത്തേക്ക് ചാടി രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇനിയും ചാടാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പടാവും. അതുകൊണ്ട് ലെസ്റ്റർ ഹെലികോപ്റ്റർ കൊണ്ട് വരണവരെ വെയിറ്റ് ചെയ്യാം. ഈ ഭാഗത്ത് പിന്നെ എനിക്ക് ആരെയും കാണാനില്ല. 1 hour later. ഓക്കെ, ഇതെന്തത്? നമുക്കിവിടെ 4 സ്റ്റാർ വാണ്ടഡ് ലെവൽ കിട്ടി. ഒരു മിനിറ്റ്, ഇവിടെ ലെസ്റ്റർ ഹെലികോപ്റ്ററൊക്കെ കൊണ്ടുവന്നേക്കാ. മിക്കവാറും എല്ലാവരും അലേർട്ടായിട്ടുണ്ടാവും. നമുക്കൊരു കാര്യം ചെയ്യാം, ആ ഹെലികോപ്റ്ററിൽ കയറിയിട്ട് പെട്ടെന്ന് സ്ഥലം വിടാം. എടാ ലെസ്റ്ററെ, വേഗം കയറ്, എന്നിട്ട് അവിടെ നിൽക്കണേ. ഓക്കെ, ഇവിടുത്തെ ലെസ്റ്ററും കൂടിയും ഹെലികോപ്റ്ററിൽ കയറിയേക്കാണ്. ലെറ്റ്സ് ഗോ. നമ്മളെങ്ങനെ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണു? ഇപ്പോൾ രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല, കാരണം ഈ വാണ്ടഡ് ലെവൽ പോയാലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. ഒരു മിനിറ്റ്, എൻ്റെ ഹെലികോപ്റ്ററിൽ റോക്കറ്റൊക്കെ ഉണ്ട്. ഈ ഹെലികോപ്റ്ററിൽ വരുന്നവരൊക്കെ തീർത്ത് കളയാം. എനിക്ക് എന്താണോ ഇപ്പോൾ പോലീസുകാരോട് ഭയങ്കര വൈരാഗ്യ. ഇവന്മാർക്ക് എൻ്റെ ചേട്ടനെ പിടിക്കാൻ പറ്റില്ല, പേടിത്തൊണ്ടന്മാർ. എന്നിട്ടിപ്പോൾ എൻ്റെ മെക്കിട്ട് കയറാൻ നിൽക്കുക. എല്ലാത്തിനും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ 2 ഹെലികോപ്റ്റർ പറന്ന് പോണ്ട്. ഓ, അത് മിസ്സായി, ഒരെണ്ണം കൂടി വിടാം. ഓക്കെ, അതങ്ങനെ പൊട്ടിത്തെറിച്ചു. ഇനി അടിയിൽ ഒരെണ്ണം കൂടിയും ബാക്കിയുണ്ട്, അതിനും കൂടി തീർത്ത് കളയാം. എടാ ഫ്രാങ്ക്ലിനെ, നീ എന്തിട്ട് കാണിക്കണേ? ഇവന്മാരെ തീർക്കാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇത് തന്നെ കൂടി കൂടി വരും. ഈ ഒരു കാര്യം ചെയ്യ്, വേഗം സ്ഥലം വിടാൻ നോക്ക്. ആടാ ലെസ്റ്ററെ, ഈ ഒരു ഹെലികോപ്റ്ററും കൂടിയും ഇതും കൂടി കഴിഞ്ഞാൽ ഞാൻ സ്ഥലം വിടാം. ഓക്കെ, അതിൻ്റെ കാര്യത്തിലും അങ്ങനെ തീരുമാനമായിക്കാണ്. പക്ഷെ ഇവിടെ ചുറ്റുവട്ടത്ത് ഇഷ്ടം പോലെ ഹെലികോപ്റ്റർ ഉണ്ട്. എല്ലാത്തിനും അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ഓക്കെ, ഒരെണ്ണം മിസ്സായി. എടാ ഫ്രാങ്ക്ലിനെ, ഫൈറ്റ് ചെയ്യാൻ നിൽക്കല്ലേ, നീ വേഗം സ്ഥലം വിട്. ആടാ ലെസ്റ്ററെ, നമുക്ക് പോവാം. ഓക്കെ, ആ ഹെലികോപ്റ്ററും കൂടി തീർന്നേക്കാണ്. ഇനി നമുക്ക് വേഗം സ്ഥലം വിടാം, അതായിരിക്കും നല്ലത്. ഓക്കെ, ഇവിടെ നമ്മുടെ വാണ്ടഡ് ലെവലൊക്കെ പൂവുണ്ട്. ഇപ്പോൾ പോകുന്നു വിചാരിക്കണു. നമ്മളിപ്പോൾ ഏതായാലും ലോസ് ആൻഡോസ് വിട്ട് പോകുന്നില്ല. ഇതെന്താ വാണ്ടഡ് ലെവൽ പോവാത്ത? ഓക്കെ, നമ്മുടെ വാണ്ടഡ് ലെവൽ അങ്ങനെ പോയേക്കാണ്. ഇനി നമുക്കിത് എവിടെയെങ്കിലും ലാൻഡ് ചെയ്യാം സേഫായിട്ട്. ഇനി നമ്മളെ പോലീസുകാർ പിടിക്കില്ലെന്ന് വിചാരിക്കണു. ഓക്കെ, ഹെലികോപ്റ്റർ ഞാൻ അതവിടെ വെള്ളത്തിലാണ് ലാൻഡ് ചെയ്തത്. അതിന് പോയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ രക്ഷപ്പെടില്ലേ. എടാ ലെസ്റ്ററെ, നീ ഒരു കാര്യം ചെയ്യ്, നേരെ വീട്ടിലേക്ക് വിട്ടോ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഒരു മിനിറ്റ്, ഇതാരെ വിളിക്കണേ? ഒരു അൺനോൺ നമ്പറാ, മിക്കവാറും എൻ്റെ ചേട്ടനാവും. എടാ ഫ്രാങ്ക്ലിനെ, നീ ജയിലിൽ നിന്ന് രക്ഷപ്പെടൂലേ? നീ ആള് കൊള്ളാലോ. എന്തുട്ടാ ചേട്ടാ, ചേട്ടൻ എവിടെ പോയിട്ടാ ഒളിച്ചിരിക്കണേ? അത് ശരി, അങ്ങനെയാണോ? എന്നാ പിന്നെ ഫ്രാങ്ക്ലിനെ, നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ നിനക്ക് ഒരു ലൊക്കേഷൻ അയച്ചുതരാം. മര്യാദയ്ക്ക് അങ്ങോട്ടേക്ക് വന്നോ. ധൈര്യം ഉണ്ടെങ്കിൽ വാ, അവിടെ വെച്ചിട്ട് നമുക്കൊരു 1v1 ഫൈറ്റ് നടത്താം. അത് ശരി, ഇത് തന്നെയല്ലേ ഞാൻ ഇത്രയും ദിവസം പറയണ്ടായിരുന്നേ, 1v1 ഫൈറ്റ് നടത്താമെന്ന്. എന്നാൽ പിന്നെ ശരി, നമുക്ക് കാണാം. ഇന്ന് ഒന്നെങ്കിൽ ഞാൻ ബാക്കിയുണ്ടാവും, അല്ലെങ്കിൽ ചേട്ടൻ ബാക്കിയുണ്ടാവും. ആരെങ്കിലും ഒരാൾ മാത്രമേ ജീവനോടെ ഉണ്ടാവുള്ളൂ, അത് ഉറപ്പാ. അവിടെ തന്നെ നിൽക്ക്, എങ്ങോട്ടും പോവണ്ട, ഞാൻ ദേ വരുന്നു. ഓക്കെ, ചേട്ടൻ എനിക്ക് ലൊക്കേഷനൊക്കെ അയച്ചുന്നുണ്ട്. ലൊക്കേഷൻ പക്ഷെ കാണിക്കണത് മൗണ്ട് ചില്ലാടിൻ്റെ അവിടെയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ മൗണ്ട് ചില്ലാടിലേക്ക് പോവാം. എൻ്റെ കയ്യിലുള്ള വണ്ടിയാണെങ്കിൽ ഒരു ഹമ്മറാ. ഇത് പിന്നെ അത്യാവശ്യത്തിന് നല്ല വണ്ടിയാണ്, അത്യാവശ്യം ഓഫ് റോഡൊക്കെ പോവും. ഓക്കെ, ഇവിടെ ഞാൻ മൗണ്ട് ചില്ലാടിൻ്റെ അവിടേക്ക് എത്തിയേക്കാണ്. എൻ്റെ കയ്യിൽ ഉള്ളത് ഒരു ഓഫ് റോഡ് വണ്ടിയാണ്, പക്ഷെ ഓഫ് റോഡ് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ വണ്ടിയിൽ പിന്നെ ബൂസ്റ്റർ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, സുഖമായിട്ട് കയറ്റം കയറാൻ പറ്റും. ലൊക്കേഷൻ ഏകദേശം ഇവിടെ ആയിട്ടാണ് കാണിക്കണേ. ഇവിടെ പക്ഷേ എനിക്ക് ആരെയും കാണാനില്ല. കുറച്ചുകൂടി മുമ്പിലേക്ക് ചെന്ന് നോക്കി നോക്കാം. എന്തുട്ടായാലും എൻ്റെ ചേട്ടൻ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ടാവുക. എൻ്റെ ചേട്ടൻ എന്നോട് ഒറ്റയ്ക്ക് വരാനാണ് പറഞ്ഞേ. ചേട്ടനും ഒറ്റയ്ക്ക് ആവണം. ഈ വണ്ടി നമുക്ക് തൽക്കാലം ഇവിടെ ഇടാം, വണ്ടിയുടെ പണിക്കുറ്റം തീർന്നു.
നമുക്കൊന്ന് കയറി ചെന്ന് നോക്കി നോക്കാം. എവിടെയെങ്കിലും ഉണ്ടാവും എൻ്റെ ചേട്ടൻ. എവിടെയാണ് അവ ഒളിച്ചിരിക്കണ്ടാവുക? എൻ്റെ ചേട്ടൻ പിന്നെ അങ്ങനെയാ, പേടിത്തൊണ്ടൻ. എവിടെയെങ്കിലും ഒരു മുക്കിൽ പോയിട്ട് ഒളിച്ചിരിക്കണ്ടാവും. ഒരു കാര്യം ചെയ്യാം, സ്നൈപ്പർ കയ്യിൽ പിടിക്കാം. എന്നിട്ട് ഒന്ന് നോക്കി നോക്കാം, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഞാൻ മൗണ്ട് ചിലാഡിൻ്റെ ടോപ്പിലേക്ക് എത്താറായിക്കാണ്. എന്നാലും എൻ്റെ ചേട്ടൻ എവിടെയാ? അയാൾ എവിടെ പോയിട്ട് ഒളിച്ചിരിക്കണേ? ഈ നിലയ്ക്കൊന്നും ഒളിച്ചിരിക്കാൻ പാടില്ല കേട്ടാ. ഇത് ഏത് മുക്കിലാണോ ഇരിക്കണേ? ഒരു മിനിറ്റ്, എനിക്കവിടെ ഒരു വണ്ടി കാണണ്ടല്ലോ. ആ വണ്ടിയുടെ അപ്പുറത്ത് ഒരാൾ നിൽക്കുന്നുണ്ട്. ഇനി ഇതാവോ എൻ്റെ ചേട്ടൻ? ഏയ്, ഇതെൻ്റെ ചേട്ടനല്ല. ചേട്ടൻ്റെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെയല്ല. ഇത് പിന്നെ ഒരു മിലിറ്ററിയുടെ വണ്ടിയാ. ഇയാളൊരു മിലിറ്ററി ഓഫീസറാന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതെൻ്റെ ചേട്ടനാവോ? ഏയ്, ചേട്ടൻ എങ്ങനെ മിലിറ്ററിയിൽ കയറാ? ഇത് പിന്നെ മിലിറ്ററിയുടെ ഡ്രസ്സൊന്നുമല്ല. അപ്പോൾ ഇത് വേറെ ഏതൊരാളാ, അത് ഉറപ്പാ. ഇയാൾ പക്ഷെ അങ്ങോട്ട് നോക്കിയിട്ടാണ് നിൽക്കണേ. ചിലപ്പോൾ ഞാൻ ആ വഴിക്കൂടെ വരുന്നവും വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഞാനിവിടെ ബാക്കിലാണ് നിൽക്കണേ. ചേട്ടൻ്റെ ബുദ്ധി വിമാനാണല്ലോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, ഇന്ന പിടിച്ചോ. ദേ കിടക്കണം അവിടെ. എന്തുട്ടാ ചേട്ടാ, വേഷം മാറി വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയില്ലെന്ന് വിചാരിച്ചാ? ചേട്ടനിപ്പോൾ ഏതായാലും ചത്തുന്ന് വിചാരിക്കണു. ഹെഡ് ഷോട്ട് തന്നെ കൊടുത്തേ. നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കി നോക്കാം, ചേട്ടൻ ചത്തോ ഇല്ലെന്ന് നോക്കി നോക്കാം. എന്താണ് അവസ്ഥ? ആ, ഇയാൾ ചത്തു. എൻ്റെ ചേട്ടൻ ചത്തു. ചോരയൊക്കെ പോവുണ്ട്. ഇനി ഇത് ജീവനോടെ വരില്ല, ഉറപ്പാ. നമ്മളങ്ങനെ ചേട്ടനെ കൊന്നേക്കാണ്. ഒരു 2 ചവിട്ട് കൂടി കൊടുക്കാം. ഒരു മിനിറ്റ്, ചെറിയൊരു പ്രശ്നമുണ്ട്. ഇയാളെ കണ്ടിട്ട് എൻ്റെ ചേട്ടനെ പോലെ തോന്നണില്ല. ഇത് വേറെ ഇതൊരാളാന്ന് തോന്നുന്നുണ്ട്. ഇത് ഏതോ ഒരു മിലിറ്ററിയുടെ ആളാ. ഇനിയിപ്പോൾ എന്നിട്ട് ചെയ്യാ? ഇവിടെ ഇപ്പോൾ ആരെയും കാണാനില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നൈസായിട്ട് ഇവിടെ നിന്ന് സ്ഥലം വിടാം. അതെ, അങ്ങനെ അങ്ങ് പോയാലോ? ഇതാരാ? ഷെൻ്റെ പൊന്നെ, ഇവിടെ നിറച്ച് മിലിറ്ററിക്കാർ വന്നേക്കാണല്ലോ. എടാ ഫ്രാങ്ക്ലിനെ, നീ നുട്ടുപണി കാണിച്ചേ. തനിക്കറിയോ ഇതാരാന്ന്? ഇതാരാണ്? എനിക്കറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. നീ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? ഇത് നമ്മുടെ മിലിറ്ററിയുടെ ചീഫായിരുന്നു. നീ സ്നൈപ്പർ വെച്ച് കൊല്ലണത് ഞാൻ കണ്ടു. നീ ഇനി ഒന്നും പറയണ്ട. നിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഏതായാലും ഒരു തീരുമാനമായി. Meanwhile, ഓ, ഇവിടെ ഇപ്പം എന്തുട്ടാ നടക്കണേ? ഈ സാറാണെങ്കിൽ എന്നെ അടിച്ചടിച്ച് ഒരു പരിവാക്കി. സാറേ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണേ? ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. നീ മനഃപൂർവ്വം ചെയ്തതാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ കണ്ടതാ നീ സ്നൈപ്പർ വെച്ചിട്ട് കൊല്ലണത്. നീ ഇനി ഒന്നും പറയണ്ട. അയ്യോ സാറേ, ഇതൊരു ട്രാപ്പായിരുന്നു. സാറിനെ അറിയില്ല എൻ്റെ ചേട്ടൻ ആരാന്ന്. നിന്റെ ചേട്ടൻ ആരാന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. നമ്മുടെ ചീഫിനെ ഇപ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കാം. അഥവാ അത് ജീവനോടെ ഉണ്ടെങ്കിൽ ഫ്രാങ്ക്ലിനെ നീ രക്ഷപ്പെട്ടു. അഥവാ എൻ്റെ ചീഫും മരിച്ചാ പിന്നെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. നീ ഇവിടുന്ന് ജീവനോടെ പുറത്തേക്ക് പോവില്ല. ഈശ്വര, ആ ചീഫ് ജീവനോടെ ഉണ്ടായാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. ഞാൻ ഹെഡ് ഷോട്ടാ കൊടുത്തേ. പോരാത്തിന് 3-4 ചവിട്ടും കൂടി കൊടുക്കുകയും ചെയ്തു. അത് ജീവനോടെ ഉണ്ടാവില്ല. സാറേ, അതെ, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. നമ്മുടെ ചീഫ് മരിച്ചുപോയി. ഇപ്പോൾ ജീവനോടില്ല. ചേട്ടനാ? ചേട്ടനിപ്പോൾ മിലിറ്ററിയിൽ കയറി? സാറേ, അതെ, ഇതെൻ്റെ ചേട്ടനാ.